കൊല്ലം മയ്യനാട് കാരിക്കുഴിയിൽ 2.5 വയസ്സുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. കൊല്ലം മയ്യനാട് വലിയവിള അജീഷ് ഭവനിൽ അജീഷ്, ഭാര്യ സുലു, 2 വയസ്സുള്ള മകൻ ആദി എന്നിവരാണ് മരണപ്പെട്ടത്. നാടിനെ നടുക്കിയ വളരെ വേദനാജനകമായ ഒരു സംഭവത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഒരു വീട്ടിൽ 3 പേർ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. നാട്ടിൽ മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാതെ, അതായത് നല്ല രീതിയിൽ ജീവിച്ച് ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ഇന്നിപ്പോൾ രാവിലെ ഉറപ്പെഴുന്നേൽക്കാൻ വന്ന് നോക്കുമ്പോഴാണ്, രക്ഷകർത്താക്കൾ വന്ന് നോക്കുമ്പോഴാണ് ഈ മരണം കാണുന്നത്. ഇപ്പോൾ പോലീസ് വന്നു, അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയൂ. 1 വർഷം മുമ്പാണ് അജീഷ് വിദേശത്ത് നിന്ന് മടങ്ങി എത്തിയത്. ഫിസ്റ്റുലയുടെ ചികിത്സ നടത്തുകയും 3 സർജറി കഴിയുകയും ഇതിൻ്റെ ഭാഗമായി നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് പിന്നീട് അജീഷിന് അർബുദം ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. ഇതിൻ്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം. ഇതിനെ തുടർന്നാണ് കുടുംബം ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമിക നിഗമനം. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു. ഇരേവരം പോലീസ് ഇൻസ്പെക്ടർ രാജീവിൻ്റെ നേതൃത്വത്തിൽ SI-മാരായ ജയേഷ്, സുനിൽ, സക്കീർ, CPOമാരായ സുമേഷ്, അനീഷ്, സുമേഷ് എന്നിവരടങ്ങിയ കൂടുതൽ പോലീസ് സംഘം ചേർന്ന് വിശകലനം നടത്തി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരങ്ങൾ തുടർ നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി. വളരെ ദാരുണമായ ഒരു സംഭവമാണ്. ഒരു കുഞ്ഞും ദമ്പതികളുമാണ് ഇവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതകളോ മറ്റോ ഉള്ളതായിട്ടൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ല. പിന്നെ എന്തോ ഒരു രോഗമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അറിയാൻ പറ്റുന്നത്. പുള്ളി കുറച്ച് ഡെസ്പായിരുന്നെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. യാഥാർത്ഥ്യമായ കാര്യങ്ങളെ പറ്റിയൊന്നും കൂടുതലൊന്നും നാട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഒന്നും അറിയാവുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല. ഈ ദമ്പതികൾ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരിക്കുകയാണെന്നാണ് അറിയുവാൻ കഴിയുന്നത്. വാടകയ്ക്കായിരുന്നു. ഇതിനു മുൻപ് ഏത് പ്രദേശത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നതെന്ന്? ഇതിന് മുമ്പ് ഒരു വലിയവിളയിലായിരുന്നു താമസം. പ്രോപ്പർ വലിയവിള അല്ലെങ്കിലും നമ്മുടെ വയൽ നടയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു ഒരു താമസിച്ചിരുന്നത്. കുടുംബപരമായിട്ട് മറ്റുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് മറ്റൊന്നും ഒരു പ്രശ്നമുള്ളൊരു ഫാമിലി അല്ല. നല്ല ഫാമിലിയാണ്. വളരെ സമാധാനപരമായി ജീവിച്ചു പോകുന്ന വളരെ നല്ലൊരു ഫാമിലിയായിരുന്നു. ഈ രോഗത്തിൻ്റെ പ്രതിസന്ധി മൂലം തന്നെയാണ് ഞാനൊരു അങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ സംഭവം നടന്ന് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. കൃത്യമായ ഒരു ധാരണ ഇല്ല ഇതിനെപ്പറ്റി ആർക്കും. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഇങ്ങനെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് അറിയാൻ കഴിയും. എന്ത് രോഗത്തിനാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന്? രോഗത്തെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞില്ല. ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത് ഔദ്യോഗികപരമായിട്ടുള്ള സ്ഥിരീകരണമോ അങ്ങനെയൊന്നും നമ്മളെ ഇല്ല. എങ്കിലും അറിയാൻ കഴിഞ്ഞത് ബ്ലഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അറിയാൻ കഴിഞ്ഞത്. ന്യൂസ് കേരളം 24.